ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മസാല പൂരി വിത്ത് ടൊമാറ്റോ കുറുമ. റെസിപ്പിയിലേക്ക് കടന്നാലോ? ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവ് തയ്യാറാക്കാം. പൂരിക്ക് വേണ്ടിയുള്ള മാവാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് പൂരി കുഴക്കാനായിട്ട് എടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് പരുവത്തിലാകുന്നത് വരെ കുഴച്ചെടുക്കാം മാവ്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തക്കാളി കുറുമ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി അരച്ചെടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, അരച്ചു വെച്ച തക്കാളി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ടൊമാറ്റോ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, കുറച്ച് ജീരകം, ഇവ ചേർത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച ജീരകമാണ്, അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അധികം മസാല ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ അരപ്പിലേക്ക് നിങ്ങൾക്ക് 2-3 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഗ്രേവി നമുക്ക് ലൂസാക്കിയെടുക്കാം. അധികം ഗ്രേവി ലൂസാക്കേണ്ട ആവശ്യമില്ല, പൂരിയാണ്. കുറച്ച് കുറുക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിലേക്കൊരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്ത എള്ള് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി, വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത്, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൂരി തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാം പൂരി എങ്ങനെയാണ് പരത്തേണ്ടത് എന്നൊക്കെ. ഇവിടെ മസാല പൂരിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. അധികം എരിവൊന്നും ഇതിനുണ്ടായിരിക്കില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ പൂരി, മസാല പൂരി തയ്യാറാക്കി അതിൻ്റെ കൂടെ ടൊമാറ്റോ കുറുമ കൂടി ആഡ് ചെയ്ത് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടൊമാറ്റോ കുറുമയും വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.
വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.